ഓം നമ ശിവായ. ശിവരാത്രി ദിവസമാണ് വരാൻ പോകുന്നത്. എല്ലാ ഭക്തജനങ്ങളും ലോകം മുഴുവനും നിർനിദ്രരായി ഉറക്കമൊഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്ന ഒരു പുണ്യ ദിവസമാണ് ശിവരാത്രി ദിവസം. നദികളിൽ യമുനയും, യാഗങ്ങളിൽ അശ്വമേധവും, രത്നങ്ങളിൽ ഇന്ദ്രനീലവും, ദേവന്മാരിൽ ശിവനും, വ്രതങ്ങളിൽ ശിവരാത്രി വ്രതവും ഒന്നാമതായി നിൽക്കുന്നു എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇവിടെ എങ്ങനെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം, ഏത് രീതിയിലായിരിക്കണം അതിൻ്റെ അനുഷ്ഠാനങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പല സജ്ജനങ്ങളും ശിവരാത്രി വ്രതത്തിൻ്റെ രീതികളെക്കുറിച്ച് വിവരിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കള്ളിക്കാട് സുവർണൻ വീഡിയോസ് എന്ന ഈ ചാനലിലൂടെ, കള്ളിക്കാട് സുവർണൻ വീഡിയോസ് എന്ന ഈ ചാനലിലൂടെ ശിവരാത്രിയുടെ മാഹാത്മ്യങ്ങളെക്കുറിച്ചും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചും ഇവിടെ വിവരിക്കുന്നത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ദിവസമാണ് ലോകം മുഴുവനും നിദ്രാവിഹീനരായി വ്രതം അനുഷ്ഠിക്കുന്ന ശിവരാത്രി. ശിവ അനുഗ്രഹത്തിനും മോക്ഷത്തിനുമായി ഋഷീശ്വരന്മാർ പോലും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു. 1000 ഏകാദശി വ്രതത്തിന് തുല്യമാണ് അര ശിവരാത്രി എന്നാണ് അറിവുള്ളവർ പറയുന്നത്. പാപ പരിഹാരാർത്ഥവും ആഗ്രഹ സാഫല്യാർത്ഥവും സർവാർത്ഥ സാധകം മോക്ഷം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവ ലഭിക്കുന്നതിന് വേണ്ടിയും വിവിധ ഉദ്ദേശത്തോടെ ഭക്തജനകോടികൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു. ശിവരാത്രി വ്രതം ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ, അതായത് വെളുക്കാൻ ഒരു 4-4:30 മണി ഉള്ളപ്പോൾ ഉറക്കമണിയിട്ട് രാവിലെ ഏകദേശം 4:30 മണിക്ക് കുളിച്ച് ഭസ്മക്കുറി അണിഞ്ഞ് ശിവക്ഷേത്രത്തിൽ നിർമാല്യ ദർശനം തൊഴണം. കൂവളത്തില കൊണ്ട് അർച്ചനയോ ഹാരാർപ്പണമോ നടത്തണം. ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നമ ശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. ഹ്രീം എന്നത് ദേവിയാണ്. ശിവനും ഹ്രീം എന്ന മൂലമന്ത്രത്തിൽ അമർന്നിരിക്കുന്ന, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന അമ്മ പാർവതി ദേവിക്കുമായി, ആദിപരാശക്തിയുമായി നമസ്കാരമെന്നാണ് ഓം ഹ്രീം നമ ശിവായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ ഇതിനെ നമ്മുടെ മന്ത്രത്തിൻ്റെ ആ ചൈതന്യത്തെ, ശക്തിയെ ക്ഷയിപ്പിക്കാനായിട്ട് അന്യദേവതാ മൂർത്തികളുടെ, അതായത് വിഷ്ണുവും ശിവനും ഒന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നാരായണായ എന്നൊക്കെ പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നാരായണമൂർത്തിക്കുള്ളത് ഓം നമോ നാരായണ എന്ന് നമ്മൾ ഏകാദശിക്ക് വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് പറയേണ്ടത്. ശിവരാത്രിക്ക് നിശ്ചയമായും ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നമ ശിവായ എന്ന് മാത്രമേ പറയാവൂ. ശിവന്റെ പഞ്ചാക്ഷരങ്ങളിൽ നിന്നാണ് നമശിവായ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ശിവരാത്രി സന്ദേശം എന്ന മറ്റൊരു വീഡിയോ ഈ ചാനലിലുണ്ട്. അത് കേട്ടാൽ ബാക്കിയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇവിടെ പറയുന്നത് ശിവരാത്രി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം എന്നാണ്. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉറക്കമണിയിക്കുക, കുളിച്ച് ഭസ്മക്കുറിയിട്ട് കയ്യിൽ കൂവളത്തില ഒരു ഹാരമോ അല്ലെങ്കിൽ എരിക്കും പൂവിൻ്റെ ഒരു ഹാരമോ ആയിട്ട് ക്ഷേത്രത്തിൽ ചെല്ലുക. ഒരു നേരം മാത്രം സാത്വികമായ ആഹാരം കഴിക്കുക, സസ്യാഹാരം കഴിക്കുക. ശിവപുരാണ പാരായണം, ശിവ അഷ്ടോത്തര നാമ ജപം, ഹാലാസ്യപുരാണ പാരായണം, ശിവസഹസ്രനാമം ഇവ നടത്തണം. ഇല്ലെങ്കിൽ ഇവ ശ്രവിക്കുകയെങ്കിൽ കേൾക്കുകയെങ്കിലും വേണം. രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കണം. രാത്രിയിൽ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന 4 യാമപൂജകളും തൊഴണം. ഒരു രാത്രിക്ക് 4 യാമങ്ങളുണ്ട്. സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ വെളുപ്പിന് 6 മണി വരെ 4-ാം യാമം എന്നിങ്ങനെയാണ് 4 യാമങ്ങൾ ഒരു രാത്രിക്കുള്ളത്. 1-ാം യാമ പൂജയ്ക്ക് സന്ധ്യയ്ക്ക് 6 മണിക്കാണ് തുടങ്ങേണ്ടതെങ്കിലും മിക്ക സ്ഥലത്തും ശിവരാത്രി ദിവസം പുഷ്പാഭിഷേകം സന്ധ്യയ്ക്ക് നടത്തുന്നതിനാൽ കുറച്ച് വൈകി പോകാറുണ്ട്. 1-ാം യാമ പൂജ കൃത്യമായിട്ട് വൈകുന്നേരം 6 മണിക്ക് തന്നെ നടത്താൻ ചിലയിടത്ത് സാധിക്കില്ല. ഉറക്കം വരുമ്പോൾ ശ്രീകോവിലിന് വലം വെച്ച് തൊഴുകയും നടന്നുകൊണ്ട് ശിവനാമങ്ങൾ ജപിക്കുകയും ചെയ്യണം. അതിനുശേഷം അഭിഷേകം, ധാര, ജപം, ധ്യാനം എന്നിവ അനുഷ്ഠിച്ച് ആത്മസമർപ്പണത്തോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം. പുലരുമ്പോൾ മഹാദേവനെ തൊഴുത് ക്ഷമാപണ മന്ത്രം ചൊല്ലി സ്വഗ്രഹങ്ങളിൽ ചെന്ന്, ക്ഷമാപണ മന്ത്രം എന്ന് പറയുന്നത്
കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. എൻ്റെ കണ്ണുകൊണ്ടോ കാലുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ കരചരണങ്ങൾ കൊണ്ടോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കണേ മഹാദേവ എന്നാണ് ഈ ക്ഷമാപണ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അന്നേ ദിവസം സന്ധ്യാവന്ദനത്തിന് ശേഷം മാത്രമേ, ശിവരാത്രി കഴിഞ്ഞതിന് ശേഷം സന്ധ്യാവന്ദനത്തിന് ശേഷം മാത്രമേ ഉറങ്ങാവൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. വ്രതാനുഷ്ഠാനത്തിലൂടെ ഭക്തർ മാനസികവും ശാരീരികവുമായ ശക്തി ആർജിക്കുന്നു. ജ എന്നാൽ ജന്മാന്തരകൃത സുഹൃതം എന്നും പാ എന്നാൽ ജന്മാന്തരകൃത പാപം എന്നും എന്നാൽ മോക്ഷമെന്നുമാണ് അർത്ഥം. ഇതാണ് ജപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജന്മാന്തരകൃത സുഹൃതം ലഭിക്കുന്നതിനും പാപങ്ങളെ നശിപ്പിക്കുന്നതിനും മോക്ഷം കിട്ടുന്നതിനുമാണ് ജപം. ശിവരാത്രി വ്രത ദിവസം വിനോദങ്ങളിൽ ഏർപ്പെടുക, ചൂതുകളി, വെറ്റമുറുക്ക്, പുകവലി, മദ്യപാനം, മത്സ്യമാംസ ഭക്ഷണം, പഴകിയ ഭക്ഷണം, സ്ത്രീ സംസർഗം ഇവ ഒഴിവാക്കണം. മനസ്സിനെ സാത്വിക ഭാവത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന കാഴ്ചകളെയും സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഒഴിവാക്കാൻ വ്രത ദിവസം യാത്ര ഒഴിവാക്കുക. ശിവരാത്രി ദിവസം ക്ഷേത്രത്തിലോ വീട്ടിലോ കഴിയുന്നിടത്തോളം കഴിയുക. അന്ന് പകലും രാത്രിയും ഉറങ്ങരുത്. ശാരീരികവും മാനസികവും ആരോഗ്യപരവുമായ ഈശ്വരാനുഗ്രഹത്തിന് നിരവധി നേട്ടങ്ങൾ ഈ വ്രതം കൊണ്ട് ഉണ്ടാകും. മറ്റു വ്രതങ്ങൾ അനുഷ്ഠിക്കാത്തവർക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ മറ്റെല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ച ഫലം കിട്ടും. നമുക്ക് നിരവധി വ്രതങ്ങൾ ഉണ്ടെങ്കിലും വിശേഷണമായി മഹാ എന്ന് ചേർക്കുന്ന ഒരേ ഒരു വ്രതം മഹാശിവരാത്രി വ്രതം മാത്രമാണ്. മറ്റൊരു വ്രതത്തിനും ഈ വിശേഷണം ഇല്ല. ഗൃഹസ്ഥാശ്രമികളായ ഭക്തജന കോടികൾ തുടങ്ങി ഗൃഹസ്ഥാശ്രമിയും സന്യാസിയും ദേവാദിദേവനുമായ മഹാദേവന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന വിഷ്ണുദേവൻ, ബ്രഹ്മദേവൻ, ഋഷീശ്വരന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, അസുരന്മാർ പോലും ശിവരാത്രി ദിവസത്തെ പുണ്യദിനമായി കരുതി ഉറക്കമൊഴിഞ്ഞ് ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചിരുന്നു എന്ന് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നു. ശിവരാത്രി വ്രതത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ദീർഘനിദ്ര അന്നേ ദിവസം ഒഴിവാക്കുക. സാത്വികമായ ആഹാരം അല്പം മാത്രം ഭക്ഷിക്കുക. അതായത് ഒരു നേരം ഭക്ഷിക്കുന്നവൻ ത്യാഗി, 2 നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി, 3 നേരവും ഭക്ഷിക്കുന്നവൻ രോഗി എന്നാണ് അറിവുള്ളവർ പറയുന്നത്. സത്യവും അഹിംസയും വ്രതാനുഷ്ഠാനക്കാർ പാലിക്കേണ്ടതാണ്. വ്രത ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ മേൽപ്പറഞ്ഞ നിഷ്ഠകളിൽ, നിയന്ത്രണങ്ങളിൽ നിന്ന്, നമ്മെ വ്യതിചലിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന കാഴ്ചകളെയും സമ്മർദ്ദങ്ങളെയും കഴിയുന്നതും ഒഴിവാക്കാനായിട്ട് ഈ അന്നേ ദിവസം മാത്രം കഴിയുമെങ്കിൽ പുറത്ത് സഞ്ചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുണ്യം കിട്ടുന്നതിനും പരിഹാരാർത്ഥവും ആഗ്രഹങ്ങൾ സാഫല്യത്തിക്കുന്നതിനും വ്രതാനുഷ്ഠാനത്തിലൂടെ, ശിവരാത്രി വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നു. പകൽ ഉറങ്ങുകയും പുകവലിക്കുകയും മുറുക്കുക, ചീട്ട് കളിക്കുക, സ്ത്രീ സംസർഗം, മദ്യപാനം, അധർമ്മ കാര്യങ്ങൾ വിചാരിക്കുക എന്നിവ വ്രതമനുഷ്ഠിക്കുന്നവർ ചെയ്യാൻ പാടില്ല. ശിവരാത്രി വ്രതം, ഏകാദശി വ്രതം, തിങ്കളാഴ്ച വ്രതം, ഷഷ്ഠിവ്രതം, പ്രദോഷവ്രതം എന്നിവയാണ് സാധാരണ അനുഷ്ഠിക്കാൻ ഉള്ള വ്രതങ്ങൾ എങ്കിലും ശിവരാത്രി വ്രതം ഇതിൽ ഒന്നാമതായി നിൽക്കുന്നു. വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നമുക്ക് സദാ ഈശ്വര ധ്യാന നിമഗ്നരായിരിക്കുന്ന ആ ഒരു ഈശ്വരാനുഗ്രഹവും മോക്ഷവും ലഭിക്കുന്നു. രണ്ടാമത്തേത് സത്യചിന്തയും സദാചാര അനുഷ്ഠാനവും കാരണം മനസ്സ് മാലിന്യ വിമുക്തം ആകുന്നു. 3 സദ്വിചാരങ്ങളെയും അഹിംസയെയും ധാർമ്മിക മൂല്യങ്ങളെയും കുറിച്ചുള്ള ആത്മാവബോധം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മളുടെ മനസ്സിൽ വേരുറയ്ക്കുന്നു. അവ വ്രത അനുഷ്ഠാന ശേഷവും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം
ഈശ്വരോന്മുഖമായ ഇവയിൽ ഈശ്വരോന്മുഖമായ സത്വഗുണത്തെ ശിവരാത്രി വ്രത അനുഷ്ഠാനം പരിപോഷിപ്പിക്കുന്നു. എങ്ങനെയെന്നാൽ വ്രതാനുഷ്ഠാനത്തിന് മുൻപ് നിർദ്ദേശിച്ച മേൽപ്പറഞ്ഞ അനുഷ്ഠാനങ്ങൾ ആഹാര നീഹാര ചിന്ത ധ്യാന സവിശേഷതകളെല്ലാം സത്വഗുണപ്രധാനം ആയവ ആണ്. അപ്പോൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്കുള്ള നേട്ടങ്ങൾ ഏതെന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ദുശ്ശീലങ്ങളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മോചനം അന്നേ ദിവസം നമുക്ക് ലഭിക്കുന്നു. രണ്ടാമത്, ശരീരത്തിലെ ആന്തര അവയവങ്ങളായ ആമാശയം, ദഹനേന്ദ്രിയം എന്നിവയ്ക്ക് വിശ്രമം കിട്ടുന്നു. അതിലൂടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. മൂന്നാമത്തേത്, ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ശാരീരികമായ പ്രത്യേകത, അനുഗ്രഹങ്ങൾ എന്തെന്നാൽ നേട്ടങ്ങൾ, ആമാശയം, കരൾ, വൃക്ക എന്നിവയ്ക്ക് വിശ്രമം കിട്ടുന്നതിനാൽ അവയ്ക്ക് കാര്യപ്രാപ്തി, പ്രവർത്തനക്ഷമത കൂടുന്നു. നാലാമതായി, രക്തത്തിലെ റെഡ് കോർപ്പസൽസ് അഥവാ ചുവന്ന രക്താണുക്കൾ കൂടുന്നു. ഇത് രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. 5, കൊഴുപ്പ് അടിഞ്ഞുന്നത് കുറയുന്നു. പഞ്ചസാരയുടെ അളവ് വ്രതം അനുഷ്ഠിക്കുന്നവരിൽ കുറയുന്നു. ഡയബറ്റിക് ഉള്ളവർക്ക് ഇത് വളരെ ആശ്വാസം കിട്ടുന്നു. അപ്പോൾ ഡയബറ്റിക് ഉള്ള അല്ലെങ്കിൽ മഹാരോഗങ്ങൾ, പല രോഗങ്ങൾക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് വ്രതാനുഷ്ഠാനം അല്ലെങ്കിൽ ആഹാര നീഹാരാദികളെ നിയന്ത്രിക്കുകയെന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നുണ്ട്. ആറാമത്തേതായി, ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നാൽ വായുകോപം, ദഹനക്കേട് എന്നിവ മാറിക്കിട്ടുന്നു. ആധുനിക കാലത്ത് ഡോക്ടർമാർ രോഗികളെ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടിയാണ് നിർദ്ദേശിക്കുന്നതെന്ന് ഇവിടെ സൂചിപ്പിച്ചു. വ്രതാനുഷ്ഠാനത്തിന് ശേഷം പഴയ ദുശീലങ്ങളിലേക്ക് മടങ്ങിപ്പോയാൽ വ്രതാനുഷ്ഠാനം കൊണ്ടുള്ള നേട്ടം നഷ്ടപ്പെടും. ആയതിനാൽ എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ഭക്തിയില്ലാത്തവരും ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ പോലും ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ആഹാര നീകാരാദികളെ നിയന്ത്രിച്ച് അന്നേ ദിവസം ഈശ്വര നിമഗ്നായി ഓം നമഃശിവായ, ഓം ഹ്രീം നമഃശിവായ എന്ന നാമം ചൊല്ലി ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞുകൂടുകയോ അല്ലെങ്കിൽ ഭവനങ്ങളിൽ കഴിയുകയോ ചെയ്താൽ അവർക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും ഈശ്വര അനുഗ്രഹവും ദേവാദിദേവനായ പരബ്രഹ്മസ്വരൂപനായ ശ്രീ പരമേശ്വര ഭഗവാന്റെ അനുഗ്രഹസിദ്ധികളും കിട്ടുമെന്നുള്ളത് നിസ്സംശയം ആണ്.